നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിനാണ് യൂറോപ്യൻ ഗോൾഡൻ ഷൂ അഥവാ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സമ്മാനിക്കാറുള്ളത്. ഈ സീസണിലെ ഈ ഒരു ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ബയേണിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെയ്ൻ ആണ് ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലത്തോടുകൂടി എല്ലാ ലീഗുകളും അവസാനിച്ചിരുന്നു. ഇതോടുകൂടിയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ കാര്യത്തിൽ ഒഫീഷ്യലായി സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ബൂണ്ടസ് ലീഗയിൽ 36 ഗോളുകൾ നേടിക്കൊണ്ടാണ് കെയ്ൻ ഈ ഒരു ഗോൾഡൻ ഷൂ സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് കിലിയൻ എംബപ്പയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം 28 ഗോളുകളാണ് ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിലെ ജേതാവായ ഏർലിംഗ് ഹാലൻഡ് മൂന്നാം സ്ഥാനമാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. 27 ഗോളുകളാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ളത്. തന്റെ കരിയറിൽ ആദ്യമായിക്കൊണ്ടാണ് ഹാരി കെയ്ൻ ഇപ്പോൾ ഗോൾഡൻ ഷൂ പുരസ്കാരം സ്വന്തമാക്കുന്നത്. ഈ സീസണിൽ മിന്നുന്ന പ്രകടനമാണ് ബയേണിന് വേണ്ടി കെയ്ൻ പുറത്തെടുത്തിട്ടുള്ളത്. എല്ലാ കോമ്പറ്റീഷനിലുമായി ആകെ 45 മത്സരങ്ങൾ കളിച്ച താരം 44 ഗോളുകളും 12 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ടീമിനോടൊപ്പം കിരീടം നേടാൻ കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ്. ഗോൾഡൻ ഷൂവിന്റെ കാര്യത്തിൽ മെസ്സിയുടെ പേര് എടുത്തു പറയേണ്ട ഒന്നാണ്. ഏറ്റവും കൂടുതൽ തവണ ഗോൾഡൻ ഷൂ നേടിയ താരം അത് മറ്റാരുമല്ല, സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ്. 6 തവണയാണ് മെസ്സി ഈ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ 4 തവണ ഈ പുരസ്കാരം നേടിയിട്ടുണ്ട്. ലെവൻഡോസ്കിയും സുവാരസും 2 തവണ വീതം ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയവരാണ്. ഈ സീസണിൽ ലാലിഗയിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് ജിറോണയുടെ താരമായ ഡോബിക്കാണ്. ജർമ്മൻ ലീഗിൽ കെയ്നും, ഇറ്റാലിയൻ ലീഗിൽ ലൗട്ടറോ മാർട്ടിനസും, ഫ്രഞ്ച് ലീഗിൽ എംബപ്പയും, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏർലിംഗ് ഹാലൻഡുമാണ് ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.